ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട സെന്റ് പീറ്റേഴ്സ് കത്തീഡ്രലിലാണ്. ഇവിടെ ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മൾ ഈ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം കാണുന്നത് മനോഹരമായ ഒരു പുൽക്കൂടാണ്. ഏറെ പ്രയത്നിച്ചാണ് ഈ ദേവാലയത്തിലെ അംഗങ്ങൾ ഈ ഒരു പുൽക്കൂട് ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ദേവാലയത്തിന്റെ ട്രസ്റ്റി ഒപ്പം തന്നെ മറ്റ് യുവജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ നമ്മോടൊപ്പം ചേരുകയാണ്. ഇന്നിപ്പോൾ പ്രാർത്ഥനാ ശുശ്രൂഷയൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ക്രിസ്മസിനോടനുബന്ധിച്ചുള്ളത് മനോഹരമായിട്ടുള്ള പുൽക്കൂടാണ്. എത്ര സമയമെടുത്തു ഇത് ഒരുക്കുന്നതിനായി? ഇത് ഞങ്ങളുടെ യുവാക്കള് ഇത് 12 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയതാണ്. യുവാക്കളുടെ ഒരു വലിയ സംഘം തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളെ സമയത്തോളം മലങ്കര കാത്തലിക് യൂത്ത് മൂവ്മെന്റിന്റെ യുവജന വിഭാഗത്തിന്റെ നേതാക്കന്മാർ ഒരു 12 മണിക്കൂർ കൊണ്ട് ഇത്രയും വലിയ മനോഹരമായ ഒരു പുൽക്കൂട് ഇവിടെ ഈ പൊതുജനങ്ങൾക്ക് വേണ്ടി ദർശിക്കുന്നതിന് വേണ്ടി ഇവിടെ രൂപീകരിച്ചു. ഇതിന് എല്ലാവിധ ഭാവുകങ്ങളും ഞങ്ങളുടെ യുവാക്കൾക്ക് കൊടുക്കുന്നു. പുൽക്കൂടിനെ പറ്റി നിങ്ങളുടെ ട്രസ്റ്റി പറഞ്ഞു. നിങ്ങൾ എത്ര പേരാ ഇതിനകത്ത് പങ്കെടുത്തത് ഈ പുൽക്കൂട് തയ്യാറാക്കാൻ? 10-15 പേരുണ്ട്. യൂണിറ്റിൽ ആക്റ്റീവായിട്ട് 15 പേരോളം നമ്മൾ പങ്കെടുക്കുന്നുണ്ട്. അവരെല്ലാവരും കൂടെ 2 ദിവസത്തെ പ്രയത്നമാണ് നമ്മൾ ഈ പുൽക്കൂട് ക്രമീകരിച്ചത്. നല്ല ഭംഗിയുണ്ട്. ഓരോ വർഷം പുതുതായിട്ടുള്ള തീമുകളാണ് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രാവശ്യം ഒരു പുതിയൊരു രീതിയിലാണ് ചെയ്തേക്കുന്നത്. യുവജനങ്ങളുടെ കൂട്ടായ്മയാണ് മനോഹരമായ ഒരു പുൽക്കൂട് ക്രിസ്മസിനോടനുബന്ധിച്ച് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ദേവാലയത്തിനകത്ത് പ്രാർത്ഥനാ ശുശ്രൂഷ നടക്കുകയാണ്. പത്തനംതിട്ട സെന്റ് പീറ്റേഴ്സ് കത്തീഡ്രൽ വികാരി ഫാദർ ജോൺസൺ പാറക്കലാണ് ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത്. ക്രിസ്മസ് എന്ന് പറയുന്നത് അതിന് 2 പ്രധാനപ്പെട്ടതായ തലങ്ങളാണുള്ളത്. ഒന്ന്, നമ്മൾ ഒരു ദൈവിക അംശവും 2 അതിനൊരു മാനുഷിക വശവുമുണ്ട്. ദൈവിക അംശം എന്ന് പറയുന്നത് വചനമാകുന്ന ദൈവം മനുഷ്യനായി തീർന്നു എന്നുള്ളതാണ്. അതിൻ്റെ മാനുഷിക വശം എന്ന് പറയുന്നത് ഞാൻ ആയിരിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഓരോ വ്യക്തിയും മറ്റുള്ളവർക്ക് ദുഃഖങ്ങളോ ദുരിതങ്ങളോ മറ്റുള്ളവർക്ക് കഷ്ടപ്പാടുകളോ നൽകാതെ എൻ്റെ സാന്നിധ്യം, എൻ്റെ വാക്ക്, എൻ്റെ പ്രവൃത്തികൾ എത്രമാത്രം മറ്റുള്ളവർക്ക് സന്തോഷവും ആനന്ദവും നന്മയും പകരാൻ സാധിക്കും. അതാണ് ശരിക്കും ക്രിസ്മസിന്റെ യഥാർത്ഥ മെസ്സേജ്. എല്ലാ വിശ്വാസികളും ഇപ്പോൾ ഈ പ്രത്യേക പ്രാർത്ഥന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. 2 മണിക്കൂറോളം ഈ പ്രാർത്ഥനാ ശുശ്രൂഷ നീണ്ടു നിൽക്കും. ക്രിസ്മസ് അത് ഏവരും ആഘോഷിക്കുന്നതിന്റെ അതിന് മുന്നോടിയായിട്ടുള്ള പ്രാർത്ഥന ശുശ്രൂഷ. ഇപ്പോൾ ക്രിസ്മസ് ആഘോഷം യഥാർത്ഥത്തിൽ തുടങ്ങി എന്ന് തന്നെ പറയാം. ദേവാലയങ്ങളിൽ എല്ലാ വിശ്വാസികളും പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കെടുക്കുകയാണ്. പത്തനംതിട്ട സെന്റ് പീറ്റേഴ്സ് കത്തീഡ്രലിൽ ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷ പുരോഗമിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.